അയാളാൽ തന്നെ സംശയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അതായത് വലിയൊരു വിഷമവൃത്തത്തിലേക്ക്, ഒരുതരം ബ്ലാക്ക് ഹോളിലേക്ക് അവരെ എത്തിക്കുന്ന ഒരുതരം മാനസികാവസ്ഥ ആണ് CNPD. കുറേ നാളുകൾ അവരുടെ ഒപ്പം ജീവിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയും ചിന്തിച്ചു പോകും, ഇവർ പറയുന്നത് ശരിയാണ്, എനിക്ക് എമ്പതിയില്ല, ഞാനൊരു നല്ല ഭർത്താവല്ല, നല്ല ഭാര്യയല്ല. ആ ഒരു ചിന്ത, ആ ഒരു മാനസികമായി തന്നെ ആളെ മാറ്റുന്ന രീതിയിലേക്ക് അവരെ മാറ്റൂല്ലേ? തീർച്ചയായിട്ടും. കാരണം പറയില്ല, എന്താണ് സംഭവിച്ചത് എന്ന് ഈ ആൾക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. അത് തുറന്ന് പറയില്ല. തുറന്ന് പറയാതെ തന്നെ പെട്ടെന്ന് അവർ ഉൾവലിയും, ഐസൊലേറ്റഡ് ആകും. അപ്പോൾ പാർട്ട്ണർ വളരെ കൺഫ്യൂസ്ഡ് ആവും, നിരാശരാകും. എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പ്രശ്നം. ചോദിച്ച ചോദ്യത്തിൽ ആ ടോൺ ചിലപ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് കാരണമാകും. അതുകൊണ്ട് എന്ത് ചോദിക്കണം, എങ്ങനെ സംസാരിക്കണം, പറഞ്ഞാൽ പ്രശ്നം, പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം എന്ന രീതിയിൽ ഇയാൾ ആകെ തളർന്നിരിക്കും. കാരണം 1, 2, 3, 4 വർഷങ്ങളിലൂടെ ഇയാളെ എല്ലാ നിലയിലും അയാളുടെ മുഴുവൻ കോൺഫിഡൻസും തകർത്തിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾക്ക് തന്നെ ഇവർക്കൊപ്പം എങ്ങനെ ജീവിക്കണം, ഇവരോട് എങ്ങനെ സംസാരിക്കണം, ഇവരോട് എങ്ങനെ പെരുമാറണം, ഇവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, എന്തൊക്കെ ചെയ്യരുത് എന്നതിനെപ്പറ്റി ഇയാളെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ടാവും. എന്ത് ചെയ്തു കൊടുത്താലും അതിൽ കുറ്റങ്ങൾ കാണും. ഈ കോവർട്ട് നാർസിസ്റ്റുമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, ഇതിൽ ആ കോവർട്ട് നാർസിസ്റ്റ് ആണോ കൂടുതൽ വിഷമം അനുഭവിക്കുന്നത്, അതോ കൂടെ താമസിക്കുന്ന ആളാണോ? കോവർട്ട് നാർസിസിസ്റ്റുകളുടെ ഇരകൾ യഥാർത്ഥത്തിൽ അവരുടെ കൂടെ ജീവിക്കുന്ന പങ്കാളികളാണ്. പക്ഷേ കോവർട്ട് നാർസിസിസ്റ്റുകൾ പറയുന്നത് നിങ്ങളുടെ പെരുമാറ്റങ്ങളുടെ ഇരയാണ് ഞാൻ എന്ന രീതിയിലായിരിക്കും അവരെപ്പോഴും അവതരിപ്പിക്കുന്നത്.